യമനിലെ ഹൂത്തി വിമതർ ടെല്ലവീവിൽ മിസൈൽ പ്രയോഗിച്ചതിനു ശേഷം തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിജ്ഞയെടുത്തിരിക്കുന്നത്. ഇറാന്റെ തിന്മയുടെ അച്ചുതണ്ടിന്റെ അവസാനത്തെ ശേഷിക്കുന്ന ആയുധമായി ഇസ്രായേൽ വിശേഷിപ്പിക്കുന്ന ഹൂത്തികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. അൻസാർ അല്ലാഹ്, അതായത് ദൈവത്തെ പിന്തുണയ്ക്കുന്നവർ എന്നറിയപ്പെടുന്ന ഹൂത്തികൾ തലസ്ഥാനമായ സന ഉൾപ്പെടെ യമനിലെ ഭൂരിഭാഗം ഭാഗങ്ങളും സൗദി അറേബ്യയോട് ചേർന്നുള്ള ചില പടിഞ്ഞാറൻ വടക്കൻ പ്രദേശങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു സായുധ സംഘമാണ്. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ഹൂത്തികൾ നിയന്ത്രണം നിലനിർത്തുന്നതിനാൽ യമൻ ഒരു ദശാബ്ദമായി ആഭ്യന്തര യുദ്ധത്തിലാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച കാലഘട്ടം മുതൽ തന്നെ ഹൂത്തികളും രംഗത്തുണ്ട്. ഹൂത്തികൾ ചെങ്കടലിലൂടെ പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈൽ ആണെന്ന് അവകാശപ്പെട്ട് ശനിയാഴ്ച ഹൂത്തികൾ ഇസ്രായേലിലെ വാണിജ്യ കേന്ദ്രം ആക്രമിച്ചിരുന്നു. 16 പേർക്ക് പരിക്കേൽക്കുകയും നിരവധി പേർക്ക് അവരുടെ വീടുകൾ വിടാൻ നിർബന്ധിതരാവുകയും ചെയ്തിരുന്നു. ഇറാൻ തിന്മയുടെ അച്ചുതണ്ടിന്റെ ഭീകര ആയുധങ്ങൾക്കെതിരെ തങ്ങൾ ഹൂത്തികൾക്കെതിരെയും ശക്തിയോടെയും നിശ്ചയദാർഢ്യത്തോടെയും സങ്കീർണതയോടെയും പ്രവർത്തിക്കുമെന്നാണ് നെതന്യാഹു പങ്കുവച്ചിട്ടുള്ള വീഡിയോയിലൂടെ പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. ശനിയാഴ്ചത്തെ ടെല്ലവീവിൽ ഹൂത്തികൾ ഇസ്രായേലിനെതിരെ നടത്തിയ രണ്ടാമത്തെ ആക്രമണമാണത്. ഗാസയിലെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷമുള്ള നിരവധി ആക്രമണങ്ങളിൽ ഒന്നാണ് ഇതും. ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായിരിക്കെ പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതായി ഇറാന്റെ പിന്തുണയുള്ള ഹൂത്തികൾ ആദ്യമേ അറിയിച്ചിരുന്നു. അതിനുശേഷം ഇങ്ങോട്ടാണ് ഹൂത്തികൾ വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നത്. പക്ഷേ ഹൂത്തികൾ നടത്തുന്ന ആക്രമണം ഒന്നും തന്നെ ഇസ്രായേലിനെ തൊടാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ ഈ അടുത്തായിട്ട് നടത്തിവിട്ട ആക്രമണങ്ങളിൽ ഒരെണ്ണം ഇസ്രായേലിനെ തടുക്കാനായിട്ട് സാധിച്ചില്ല. ഇസ്രായേലിനെതിരെ ഹമാസിന്റെ മാരകമായ ആക്രമണത്തെ തുടർന്ന് 2023 ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ചത്. ഹൂത്തികൾ ടെല്ലവീവിൽ ആക്രമണം നടത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷം ശനിയാഴ്ച യമനിലെ വിമത തലസ്ഥാനമായ സനയിലെ ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായി അമേരിക്ക പറഞ്ഞതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ ഏറ്റവും പുതിയ അഭിപ്രായ പ്രകടനം വന്നിരിക്കുന്നത്. ലക്ഷ്യങ്ങളിൽ ഹൂത്തി മിസൈൽ സംഭരണ കേന്ദ്രവും കമാൻഡ് ആൻഡ് കൺട്രോൾ സൗകര്യവും ഉൾപ്പെടുന്നുവെന്നും US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. ചെങ്കടലിന് മുകളിലൂടെ ഹൂത്തികളുടെ ഒന്നിലധികം ഡ്രോണുകളും കപ്പൽ വിരുദ്ധ ക്രൂയിസ് മിസൈലുകളും US സേന വെടിവെച്ചിട്ടതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നിരുന്നാലും 2 US നാവിക പൈലറ്റുമാരെയും അബദ്ധത്തിൽ ഞായറാഴ്ച പുലർച്ചെ ചെങ്കടലിന് മുകളിലൂടെ US വെടിവെച്ച് വീഴ്ത്തി. സൗഹൃദ വെടിവെപ്പിന്റെ വ്യക്തമായ സാഹചര്യത്തിൽ US സൈന്യം പറഞ്ഞതാണ്. ഒരു ദിവസം മുമ്പ് വിമാനവാഹിനി കപ്പലായ USS ഹാരി എസ് ട്രൂമാനെ തങ്ങൾ ലക്ഷ്യം വെച്ചതായി ഹൂത്തികൾ പിന്നീട് അവകാശപ്പെട്ടിരുന്നു. ഇതൊരു ഓപ്പറേഷനിൽ ഒരു F-15 വിമാനം വെടിവെച്ചിടുന്നതിന് കാരണമായി. ആഗോള വ്യാപാരത്തിന് സുപ്രധാനമായ ചെങ്കടലിനെയും ഏദൻ ഉൾക്കടലിനെയും കപ്പൽ ഗതാഗതത്തിന് നേരെയുള്ള ഹൂത്തികളുടെ ആക്രമണത്തിന് മറുപടിയായി US ബ്രിട്ടീഷ് സേനയും യമനിലെ വിമത കേന്ദ്രങ്ങൾ ആവർത്തിച്ച് ആക്രമിച്ചിരുന്നു. എന്നിരുന്നാലും വീണ്ടും ആക്രമണവുമായി വരികയാണ് ഹൂത്തികൾ.